ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയയിൽ കൂടെയുള്ള അക്ഷയ് പ്രകാശാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ടൈറ്റിൽ കണ്ട പോലെ പാരൻസ് ലവ്, അമ്മേൻ്റെയും അച്ഛൻ്റെയൊക്കെ സ്നേഹത്തെ കുറിച്ചിട്ടാണ്. ടോപ്പിക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയോ എന്നുള്ള ചോദ്യമാവുമല്ലേ? ആക്ച്വലി ഞാൻ എന്നല്ല, നമ്മൾ പലരും അധികം സംസാരിച്ച് കാണാത്തൊരു വിഷയമാണല്ലോ എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ? വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഫിലിംസിൻ്റെ കാര്യമൊക്കെ പറയുന്ന പോലെ ആയില്ലേ? ഓക്കെ, എന്തായാലും ഈ ബ്ലണ്ടേഴ്സൊക്കെ നിർത്തിയിട്ട് നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്സിലേക്ക് വരാം. പേരൻസ് ലവ്. നമ്മൾ പലരും, പ്രത്യേകിച്ച് നമ്മുടെ ബോയ്സിൻ്റെ കേസാണ് കേട്ടോ പറയണേ, നമ്മളെല്ലാവരും തന്നെ അമ്മയായിട്ട് ഭയങ്കര ക്ലോസ്, അച്ഛനോട് അധികം ഡീപ്പ് കോൺവെർസേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ഒരു മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ആയിരിക്കുമല്ലോ. എൻ്റെ കാര്യം എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം സാധിച്ചെടുക്കാനായിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ അങ്ങനെ അച്ഛനോട് പറഞ്ഞ് അതിങ്ങനെ നടത്തിയെടുക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു സ്കൂൾ ടൂർ പോകാനാണെങ്കിലൊക്കെ എത്ര ദിവസം അമ്മേനോടൊന്ന് സോപ്പിടുന്നതെന്ന് അറിയോ, ഇതൊന്ന് നടത്തിയെടുക്കാനായിട്ട്. അത് അമ്മ എന്നിട്ട് അച്ഛനോട് പറയും, അങ്ങനെ സംഭവ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്നുള്ളത്. അപ്പോൾ അതുപോലെ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അച്ഛനെപ്പോഴും എന്താ പറയുക, ഒരു കാർക്കശക്കാരൻ അങ്ങനെ എന്തൊരു വേർഡില്ലേ, എനിക്കധികം ഈ മലയാളത്തിലെ കടുകട്ടി വേർഡ്സൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എവിടെയോ കേട്ടൊരു സെൻറ്റൻസാണിത്, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ കാർക്കശക്കാരൻ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും എന്താ പറയുക, അച്ഛനോട് അധികം എപ്പോഴും ഒരു ഗ്യാപ്പ് അച്ഛനായിട്ടുണ്ട്. അത്ര പെട്ടെന്ന് എന്താ പറയുക, ഒരു പേടിയൊന്നും ഇല്ലാണ്ട് സംസാരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് അമ്മേൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് എന്തും പറയാമെന്നുള്ള ഒരു ലൈനാണ്. ഞാൻ അച്ഛനുമായിട്ട് അധികം ഡീപ്പ് കോൺവെർസേഷൻസൊന്നും അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു 2-3 മന്ത്സ് മുന്നേ ആയിട്ട് നമ്മൾ എവിടെയോ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാറിൽ ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അച്ഛൻ്റെ സ്വപ്നങ്ങളും ലൈക്ക് ഫ്യൂച്ചർ പ്ലാൻസൊക്കെ. അപ്പോൾ അച്ഛനിവിടെ ഒരു ക്ലിനിക്ക് കൂടി തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് മനുഷ്യനാണ്. അപ്പോൾ അതുപോലെ അനിയത്തി ഫോണിൽ കളിച്ചിട്ട് എന്താ പറയുക, പഠിക്കാണ്ടിരിക്കുന്നതിനെയും അമ്മേനോട് അനിയത്തി ദേഷ്യപ്പെടുന്നതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അനിയത്തി മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ, ഞാനില്ലേ എന്നുള്ളതല്ലേ. ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, കുറച്ച് കാലമായിട്ട് ഈ കുറച്ചടുത്തായിട്ട് ഞാനങ്ങനെ വഴക്കിലൊന്നും പോകാറില്ല എന്നുള്ളതാണ്. എന്താ പറഞ്ഞാലും അവരൊന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് അധികം വഴക്കൊന്നും അടിക്കാണ്ട് ജീവിക്കുക എന്നുള്ള ഒരു ലൈനിലാണ്. പക്ഷെ മുന്നേ ഞാൻ നല്ലോണം വഴക്കടിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അധികം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇവർ ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അച്ഛനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ ഇന്നേവരെ എൻ്റെ അടുത്ത് ഇതേപോലെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണപ്പോൾ ഞാനും എൻ്റെ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാലോ എന്നുള്ള ഇതിൽ ഞാനും അച്ഛൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഉള്ളിൽ പൊട്ടി കരഞ്ഞിരിക്കുകയായിരുന്നു. എന്താ പറയുക, കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാനിങ്ങനെ സംസാരിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താ പറയുക, അത്രയും സന്തോഷം. 22 വർഷമായിട്ട് ഇന്നേ വരെ എൻ്റെ അടുത്ത് അച്ഛനെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ എൻ്റെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഇടയായിട്ട് ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അച്ഛൻ്റെ അടുത്ത് ഒരു മകൻ വിയർത്ത് നിൽക്കുന്ന, എന്താ പറയുക, അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പയ്യൻ, ലൈക്ക് നമ്മളെ ആ ഒരു ഏജിൽ നിന്നൊക്കെ പറയാം. അങ്ങനെ ആ വീഡിയോയുടെ എൻഡിൽ എന്താ പറയുക, അച്ഛനവനെ കെട്ടിപ്പിടിക്കുന്നത്, അപ്പോൾ അവൻ്റെ കണ്ണൊക്കെ നിറയുന്നതൊക്കെ എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക, ഒരു ഹാർട്ട് ടച്ചിങ്, ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അച്ഛൻ ഇന്നേവരെയായിട്ട് എൻ്റെ അടുത്ത് ഒന്നിനും ഒരു കുറവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്താഗ്രഹിച്ചാലും അത് ചെയ്തു തരും, അങ്ങനത്തെ പരിപാടിയായിരുന്നു. പക്ഷേ അച്ഛനൊക്കെ എൻ്റെ ഒരു ഏജിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറീസൊക്കെ അമ്മ പറയുന്നതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. അതുപോലെ അമ്മ പറയുന്ന ഒരു കാര്യമാണ്, നിൻ്റെ ഈ ഏജിൽ അച്ഛൻ ഇതാക്കി എന്നൊക്കെ, നീ ഇപ്പോഴും തെക്കുവടക്ക് നോക്കിയിരിക്കുന്നു എന്നുള്ളത്. ആ ടൈമിലൊക്കെ ഞാൻ ഉടമ്പരോട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ അച്ഛൻ്റെ നമുക്ക് കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പിന്നെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ പേടിക്കുന്നത്, ഞാൻ എൻ്റെ വഴി എൻ്റെ ഡ്രീംസൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോയിക്കോളും എന്നുള്ളത്. ഇതും ഞാൻ മുന്നേ കണ്ട ഒരു കോട്ട് ഉണ്ടായിരുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്നുകൂടി പറയാം. ലൈക്ക് കോട്ട് ചെയ്തായിരുന്നു കേട്ടോ, ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മാൻ ആൻഡ് സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്കർ മാൻ ആൻഡ് വീക്ക് മാൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ് എന്നുള്ളത്. ഇത് ഞാൻ അങ്ങനെ എന്നെ റിലേറ്റ് ആക്കിയിട്ടൊന്നും പറയില്ല പ്രശ്നം. കാരണം ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ പോട്ടെ. പാരൻസ് ലവിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. ഓൾസോ ഞാൻ അച്ഛനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യമായിട്ട് പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇതുവരെ ഇതൊന്നും എന്താ പറയുക, ഞാനങ്ങനെ വലിയ പ്രൗഡായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലൊരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കേൾക്കാൻ നിങ്ങൾക്കാണ് യോഗം എന്നുള്ളത്. എന്തായാലും അതുപോലെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അറിയില്ല എന്നൊക്കെ. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താ പറയുക, ഈ ഒരു സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യാണ്ട് എങ്ങനെയാണ് മനുഷ്യന് മനസ്സിലാവുക എന്നുള്ളതാണ് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും പറയും അതാണ് ഇതാണെന്നൊക്കെ, പക്ഷേ ശരിക്കും എക്സ്പ്രസ് ചെയ്യാണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ഈയിടെയായിട്ട് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക്
ഒരു ഒരു എന്താ പറയുക, ഒരു 2 മാസം മുന്നേ ആയിട്ടാണെന്ന് തോന്നുന്നു, ഒരു പനി പിടിച്ചിട്ട് കിടപ്പിലായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല പനിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനിങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അന്വേഷിക്കുന്നതും ഫുഡ് കൊണ്ടു തരുന്നു, അത് ഇത്. ഞാൻ ഇങ്ങനെ റൂമിൽ തന്നെ ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഭയങ്കര നോർമലല്ലേ, എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്നൊക്കെ. പക്ഷേ ദിസ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ മീ. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതുപോലെ അച്ഛനിൽ കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല മീൻസ് അതിനോട് തീരെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല എന്ന് പറയാം. ഈ ഒരു കാര്യം ഇത്ര എടുത്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇതൊരു വലിയൊരു എപ്പിസോഡായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടൊരു കാര്യമായിരുന്നു, ഒരു സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൽ തന്നെ പറയാൻ തോന്നുന്നു, എന്തായാലും പറഞ്ഞു തുടങ്ങിയില്ലേ. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം എത്രമാത്രം മോശമാണെന്നും ഇതെങ്ങനെയൊക്കെ നമ്മളെ പേഴ്സണൽ ലൈഫിനെയും സോഷ്യൽ ലൈഫിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്താ പറയുക, നിങ്ങൾ കേട്ട് മടുത്ത കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഡെയിലി എത്ര ന്യൂസാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഇതന്നെ വാർത്ത എന്നുള്ളത്. അപ്പോൾ ചെറിയ പൈസയൊന്നും അല്ല പറയുന്നത്, എന്താ കോടിക്കണക്കിന് രൂപയുടെ MDMA മേടിച്ചു, ആഷിഷ് ഓയിൽ മേടിച്ചു, അങ്ങനെ ഇത് ഇതെന്നൊക്കെ. ഈ പേരൊക്കെ എവിടെ കിട്ടിയെന്നായിരിക്കുമല്ലേ, ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദ്യങ്ങളായിരിക്കുമല്ലോ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടാവാം. അക്ഷയ് സാർ ഒരിക്കലും ഈ വക പരിപാടിക്കൊന്നും നിൽക്കത്തില്ല. ലാലേട്ടൻ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്, ഞാനും ചെയ്യില്ല നീയും ചെയ്യില്ല, അങ്ങനെ ഒരു ലൈനാണ്. അതെന്തുകൊണ്ടാണ് എനിക്ക് ട്രൈ ചെയ്യാൻ തോന്നാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എന്തോ അതിനോട് ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർ മോശമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ് അല്ലേ. അല്ലെങ്കിൽ നിനക്കൊരു ഡ്രിങ്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിൻ്റെ ചോയ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും എൻ്റെ ലൈഫ് ഭയങ്കര ഷോക്കാണ്, ഒന്നും ശരിയാവുന്നില്ല, കരിയറിൻ്റെ ഇഷ്യൂ, റിലേഷൻഷിപ്പ് ഇഷ്യൂ, ഇതൊക്കെ കൊണ്ടാണ് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ആക്ച്വലി ഇതിൻ്റെയൊക്കെ പരിഹാരമാണ് ഈ ഒരു ഡ്രഗ്സ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലഹരി അല്ലെങ്കിൽ എൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കോണ്ടൻസിലൂടെ അത് ബാക്കിയുള്ളവരെയൊക്കെ ഹെൽപ്പാക്കി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹാപ്പി ആക്കി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ്. എന്തായാലും എൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഹൈ ആയിരിക്കും അല്ലേ. പക്ഷേ അതൊരിക്കലും നമ്മളെ തന്നെ കൊന്നുകൊണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ കൂടുതലുള്ളവർ മിക്കവാറും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്താ പറയുക, അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എൻ്റെ അടുത്ത് പറയും, വാട ഒരു പെഗ്ഗല്ലേ അല്ലെങ്കിൽ ഒരു പഫ് എടുത്ത് നോക്കുന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ കളിയാക്കിക്കൊണ്ട് പറയും, നീയൊക്കെ ആണാണോ ചുമ്മാ ഇങ്ങനെ ഡ്രിങ്ക്സും ഇല്ല സ്മോക്കും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആണാവൂലേ? ഇതൊക്കെയാണോ നമ്മുടെ ആണത്തം കാണിക്കേണ്ട ഒരു സംഭവങ്ങൾ എന്നുള്ളത്. എല്ലാവരും അടിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങി നമ്മൾ ഹോസ്റ്റലിലെ ടൈമിൽ ഇങ്ങനെ കേൾക്കാൻ ചാൻസുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ അതുപോലെ കോളേജിൽ നിന്ന് ഐവിക്കോ ഒക്കെയാണ് ഇതിങ്ങനെ കേട്ട് മടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും എനിക്ക് തീരെ പിടിക്കില്ല എന്നുള്ളതാണ്. അതെന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത്. എന്തായാലും ഡ്രഗ്സിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽഡ് എപ്പിസോഡ് നമുക്ക് പിന്നെ എപ്പോഴേലും ആയിട്ട് ചെയ്യാം. എന്തായാലും പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ പേരൻസിൻ്റെ അവരെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്നത് ഒരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം, ആ ഒരു ഫീലിങ്സൊക്കെ നിങ്ങളുടെ മക്കളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ്. എല്ലാം ഉള്ളിൽ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. പ്ലീസ് ഡു എക്സ്പ്രസ് ഇറ്റ്. അപ്പോൾ അവരും നിങ്ങളുടെ അടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തയ്യാറാവും. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവും എന്ന് പറയാം. റിലേഷൻഷിപ്പൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആകുന്നുള്ളതാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, കുട്ടികൾ മീൻസ് എന്നെ പോലെയുള്ള ഒരു ഏജിൽ, നമ്മൾ ഈ ഒരു ഏജിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ചെറിയ അതായത് നിങ്ങളുടെ പാരൻസിൻ്റെ ചെറിയ മൊമെൻറ്റ്സൊക്കെ ലൈക്ക് ബർത്ത്ഡേയ്സ്, ആനിവേഴ്സറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. നമ്മുടെ എപ്പിസോഡ് അധികം നീണ്ടു പോകാറില്ല, ഇപ്പോഴും കുട്ടി എപ്പിസോഡാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും പുതിയൊരു എപ്പിസോഡ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ വരാം. കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് ചെയ്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ബൈ.